എന്ന് ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ നോക്കുന്നു. ദ ഡേ യു ബിഗിൻ ടു സപ്പോർട്ട് അതർ വിമൻ, അന്നേ വിമൻ എംപവർമെൻറ്റ് കംപ്ലീറ്റ് ആകുന്നു. അതർവൈസ് വിമൻ എംപവർമെൻറ്റ് എല്ലാം കുറേ പേര് ഇങ്ങനെ സംസാരിച്ച് പോകുന്നല്ലാതെ വിമൻ എംപവർമെൻറ്റ് വിൽ നെവർ ബി കംപ്ലീറ്റ് unless and until you agree to the fact that we women need each other. We women need each other. We have to be there for the weaker sorts. We have to be there for the society. We have to be there for the people. We have to be there. അത് മനസ്സിലാക്കാതെ എന്ന് സ്ത്രീജനം മനസ്സിലാക്കുന്നു അന്ന് വിമൻ എംപവർമെൻറ്റ് കംപ്ലീറ്റ് ആവും. ടിൽ ദെൻ ദിസ് ഇസ് ഓൾ ഇൻ എയർ. വാട്ട് എവർ പീപ്പിൾ സ്പീക്ക്, ഇറ്റ്സ് ഓൾ ഇൻ എയർ. ഒരു ഫാമിലി എടുത്തേ, എപ്പോഴും നമ്മൾ പറയുന്നത് ഡെവലപ്മെൻറ്റ് ഹാസ് ടു ഫസ്റ്റ് സ്റ്റാർട്ട് ഫ്രം ഹോം, റൈറ്റ്? ആദ്യം വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുക. ആ വീട്ടിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീട്ടിൽ ഡെവലപ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ആ വീട്ടിൽ നിന്ന് അത് സ്പ്രെഡായി ടു ദ നെയ്ബർഹുഡ് വരും, അല്ലേ? ആ നെയ്ബർഹുഡ് സ്ട്രെങ്തൻ ആയി കഴിയുമ്പം അത് സ്പ്രെഡായി ഇറ്റ് കംസ് ടു യുവർ ടൗൺ. ഫ്രം ടൗൺ ഇറ്റ് ഗെറ്റ്സ് ടു ദ സിറ്റി. ഫ്രം സിറ്റി ഇറ്റ് ഗെറ്റ്സ് ടു ദ നേഷൻ. അങ്ങനെയല്ലേ ഡെവലപ്മെൻറ്റ് സ്പ്രെഡ് ചെയ്യുന്നത്? സോ എവറി ഡെവലപ്മെൻറ്റ് ഹാസ് ടു സ്റ്റാർട്ട് ഫ്രം യുവർ ഹോം. നിങ്ങൾ വീട്ടിൽ ഒരു മുഖവും പുറത്ത് വേറൊരു മുഖവും കാണിച്ചാൽ യു ആർ നെവർ എ പ്രോപ്പർ എംപവേർഡ് പേഴ്സണാലിറ്റി. So first thing you have to understand is empowerment starts here, in the mind. It has nothing to do with the physical strength. Empowerment has nothing to do with the physical strength. It starts out here. And when I say empowerment has to start within our homes first എന്ന് പറയുമ്പം ഒരു വീട്ടിൽ ഒരു ലേഡിയാണ് ആ വീട്ടിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ. നമ്മുടെയൊക്കെ വീടുകളിൽ ലേഡീസിനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, ലേഡിയാണ്. ഒരു വീട്ടിലെ സ്ത്രീ മാറിപ്പോയി നിന്ന് കഴിയുമ്പം നമുക്ക് കാണാം പല വീടുകളും തകർന്നു വീഴുന്ന കാണാം. ഡു യു എഗ്രി ഓർ നോട്ട്? അമ്മമാർ വീട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കുമ്പോൾ അറിയാം ആ വീടിന് ഭയങ്കര ഒരു വാക്യൂമാണ്. ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് മെൻ പോയാൽ പ്രശ്നം ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. മെൻ പോയാൽ പ്രശ്നമുണ്ട്, അച്ഛന്മാർ പോയാൽ ഒക്കെ പ്രശ്നമുണ്ട്. പക്ഷേ വിമൻ പോകുമ്പോഴാണ് ആ വീട് ഒത്തിരിയും ഷാറ്റേഡായി പോകുന്നത്. ബിക്കോസ് ആ വീട്ടിലെ എല്ലാ അംഗങ്ങളെയും ചേർത്ത് പിടിക്കുന്നത് ആ സ്ത്രീയാണ്, ചേർത്ത് പിടിക്കുന്നത്. ദിസ് ഈസ് ദ പവർ ഓഫ് എ വുമൻ. പലരും അത് നിസ്സാരമായിട്ട് കണ്ട് പോട്ടെ എന്ന് പറഞ്ഞ് മാറ്റിവിടുന്ന ഒരു ഫാക്ടറാണ്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ആലോചിക്കണം. നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ സ്ഥാനം, നിങ്ങളുടെ അമ്മയുടെ സ്ഥാനം, നിങ്ങളുടെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ സ്ഥാനം എന്താ നിങ്ങളൊന്ന് ആലോചിച്ച്. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ചേ, ഈ വ്യക്തികൾ കുറച്ച് നേരം ഇല്ലാതായെന്ന് വെച്ചേ, അമ്മ ഇല്ലാതായി, ഒന്ന് ആലോചിച്ചേ, അവരവരുടെ വീടുകളിൽ അമ്മ ഇല്ലാതായി. Can you imagine it? ആ വീടിൽ ഒരു വലിയ വാക്യൂം വന്നോ? നമ്മൾ ഒരു കൊച്ചു ജനിക്കുമ്പോൾ മുതൽ ആ കുട്ടിയുടെ ബോഡിക്കകത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ്, സ്റ്റാർട്ടിങ് ഫ്രം പ്യൂബർട്ടി, പീരിയഡ്സ് ആകാൻ തുടങ്ങുന്ന സമയം മുതൽ അനുഭവിക്കുന്ന വേദനകൾ. ഞാനിത് എടുത്തെടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഐ വോണ്ട് വിമൻ ടു സപ്പോർട്ട് വിമൻ. വീട്ടിനകത്തായാലും പുറത്തായാലും വിമൻ ഷുഡ് സപ്പോർട്ട് വിമൻ. ഇതൊരു എല്ലാവർക്കും ഉള്ളതല്ലേ എന്നും പറഞ്ഞ് ഒരു കണ്ടീഷനിൽ വിടരുത്. എല്ലാവർക്കും ഉള്ളതല്ലേ, സോ ഇറ്റ് ഇസ് നോർമൽ എന്ന് പറഞ്ഞ രീതിയിൽ വിടരുത്. ഒരു കുട്ടിക്ക് പീരിയഡ്സ് ആകുമ്പം വേദന ഇവിടെ പലർക്കും അറിയാം, ഇല്ലേ? പലർക്കും പീരിയഡ്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, ഇറ്റ് ഈസ് നോട്ട് ഈസി. ആ വേദനകൾ വെച്ചാണ് പലരും ജോലിക്ക് വരുന്നത്, അല്ലെന്ന് പറയാമോ? ഇവിടെ ഇരിക്കുന്ന പലർക്കും പീരിയഡ്സ് വരുന്ന സമയത്ത് വേദനകൾ വെച്ചാണ് ജോലിക്ക് വരുന്നത്. ആ വേദന വെച്ചാണ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യുന്നത്. സോ സ്റ്റാർട്ടിങ് ഫ്രം ദ പ്യൂബർട്ടി ഫേസ് ഓഫ് എ ഗേൾ, ഹോർമോണൽ ഇംബാലൻസസ് ഒരുപാട് നമ്മുടെ ബോഡിയിലുണ്ടാവും. അതുകൊണ്ടാണ് പലപ്പോഴും പെണ്ണുങ്ങൾക്ക് മൂഡ് സ്വിങ്സും പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുന്നതും ഒക്കെ നമ്മുടെ ഈ ബോഡിയിലെ ഇംബാലൻസ് ആണ് പലപ്പോഴും. അത് ഒരു സ്ത്രീക്ക് അത് മനസ്സിലാകാൻ ഒത്തില്ലെങ്കിൽ, മനസ്സിലാക്കി മറ്റൊരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തില്ലെങ്കിൽ, വാട്ട് ഈസ് ദ പോയിന്റ് ഇൻ വിമൻ എംപവർമെൻറ്റ്? സിമ്പിൾ ബേസിക് കാര്യങ്ങളാണ്, ഇൻ്റർനാഷണൽ കാര്യങ്ങളൊന്നുമല്ല. വിമൻ എംപവർമെൻറ്റ് എന്ന് പറയുന്നത് വലിയ
പോളണ്ടിൽ നടക്കുന്നതോ ഇംഗ്ലണ്ടിൽ നടക്കുന്നതോ ഇന്റർനാഷണൽ ലെവലിലോ കാണുന്ന സംസാരിക്കുന്ന പ്ലാറ്റ്ഫോമിലൊന്നും അല്ല. വിമൻ എംപവർമെന്റ് സ്റ്റാർട്ട്സ് അറ്റ് ഹോം. ബേസിക് ആണ്, ബേസിക്. ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് ഹോം, ഇൻ എവറി ഹോം. പിന്നെയും പ്യൂബർട്ടി കഴിഞ്ഞാൽ ആ പീരിയഡ്സ് എല്ലാം വെച്ച് ആ വേദനകൾ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് കൺസീവ് ചെയ്യുമ്പോഴത്തേക്കും ചൈൽഡ് ബർത്തിൽ ഉണ്ടാവുന്ന ഡിഫിക്കൽട്ടീസ്, ഇല്ലേ? പ്രഗ്നൻ്റ് ആയി കഴിയുമ്പം എന്തെല്ലാം ബുദ്ധിമുട്ട്. ആദ്യൊരു 3 മാസം വോമിറ്റ് ചെയ്യും, പല മണങ്ങൾ ഇഷ്ടപ്പെടാതെയും പല കാര്യങ്ങൾ ഇഷ്ടപ്പെടാതെയും. നമ്മുടെ ബോഡിയിൽ അത്രയ്ക്ക് ചേഞ്ചസ് ആണ് ഹാപ്പൻ ചെയ്യുന്നത്. പിന്നെ ഈ കുഞ്ഞിനെ വയറ്റിലിട്ട് 10 മാസം ചുമന്ന് നടക്കുന്ന ഈസി ആണോ? ഈസ് ഇറ്റ് ഈസി? നമ്മൾ ഒരു പ്രഗ്നന്റ് ലേഡി റോഡിൽ കൂടെ പോകുന്ന കാണുമ്പോഴത്തേക്ക് നമുക്കിത് ഭയങ്കര നോർമലായിട്ടാണ്. കാരണം നമ്മളൊക്കെ അത് ഫേസ് ചെയ്താണ്, അത് ഗോ ത്രൂ ചെയ്താണെങ്കിൽ പോലും വി ടേക്ക് ഇറ്റ് വെരി നോർമൽ, വി ടേക്ക് ഇറ്റ് വെരി, ഇതെല്ലാവരും ചെയ്യുന്നതല്ലേ, എല്ലാവർക്കും ഉള്ളതല്ലേ, എല്ലാം നോർമൽ, നമുക്കൊക്കെ എല്ലാം ഓക്കെയാണ്. ബട്ട് ഇഫ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഈസി എന്ന് മനസ്സിലാക്കിയാൽ we ourselves will start respecting other women. That's the first thing. Respect women. Respect. If women do not respect women, how can you expect a man to show respect and honor to a woman? ഒരു സ്ത്രീക്ക് സ്ത്രീയെ റെസ്പെക്ട് ചെയ്യാൻ ഒത്തില്ലെങ്കിൽ, if a woman cannot respect another woman, if a woman does not understand the issue and problems of another woman, how do you expect a man to understand that? എന്നിട്ട് എല്ലാവരും ആണുങ്ങളെ കുറ്റം പറയും. പുള്ളി അങ്ങനെ ചെയ്തു, പുള്ളി ഇങ്ങനെ ചെയ്യുന്നു, ആണുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു, ആണുങ്ങൾ അങ്ങനെ ചെയ്യുന്നു. Why do you blame men when women ourselves don't support each other? Starting women empowerment start ചെയ്യുന്ന അവിടെയാണ്. Understand the value of woman, what a woman is. ഇനിയും പ്രഗ്നൻസി എല്ലാം കഴിഞ്ഞ് അടുത്ത എന്താ? ബ്രസ്റ്റ് ഫീഡിങ് ഓഫ് എ ചൈൽഡ്. Is it easy to feed a child? Starting delivery കഴിഞ്ഞ് എത്ര പേര് ഇവിടെ ഉണ്ട് കുഞ്ഞുങ്ങളുള്ള എനിക്കറിയത്തില്ല. പക്ഷേ is it easy? അമ്മമാരോട് ഞാൻ ചോദിക്കുക, was it easy? Was it easy to feed a child in the first few days? എന്താ സംഭവിക്കുന്നത്? Your nipples get hurt, അല്ലേ? വേദനിക്കാൻ തുടങ്ങും. It's never easy. സിസേറിയൻ ആയാലോ നോർമൽ ഡെലിവറി ആയാലോ പെയിൻ, ഈ ഭാഗത്തെല്ലാം പെയിൻ. It's never easy. Breastfeeding is never easy. എല്ലാവരും കാണുമ്പോൾ ഭയങ്കര സന്തോഷം കുഞ്ഞിനെ കയ്യിലോട്ട്, പക്ഷേ ആ അമ്മ ഗോ ത്രൂ ചെയ്യുന്ന ഇറ്റ്സ് നെവർ ഈസി. അത് കഴിഞ്ഞ് ഈ കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തിക്കൊണ്ട് വന്ന് അവസാനം ഒരു ഫേസ് ഉണ്ട്, മെനോപോസ് എന്ന് പറഞ്ഞൊരു ഫേസ് ഉണ്ട്. ഇതൊക്കെ എല്ലാവർക്കും ഉള്ളതല്ലേ. സോ ഇറ്റ്സ് നെവർ ഈസി. മെനോപോസ് ഫേസ് ഇറ്റ്സ് നെവർ ഈസി. You get all sort of things. ഹോർമോൺ എല്ലാം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭ്രാന്ത് പിടിച്ച് പോകും ഹോർമോൺസ് എല്ലാം. It is never easy to go. It takes almost 1 year. Menopause ഒക്കെ ആയിട്ടുള്ളവർ ആദ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല, പക്ഷേ it takes almost 1 year for that phase to complete. You get hot flashes. You get pains in your body. You get like എന്താ പറയുക headaches. I know people who have regular headaches because of menopause. ചില ആൾക്കാർക്ക് they are not in their proper sense. They go out of their senses. ചില ആൾക്കാർ മെനോപോസിന്റെ ഫേസിൽ. നമ്മൾ ഇതൊക്കെ ചിന്തിക്കാറ് പോലും ഇല്ല, അല്ലേ? എന്ത് ഈസി ആയിട്ടാ ഒരു വുമൻ ഗോ ത്രൂ ചെയ്യുന്ന ഫേസസ് ആണ്. ഇത്രയും ഒരു വുമൻ കഷ്ടപ്പെട്ട് ഗോ ത്രൂ ചെയ്യുന്ന ഫേസസ് ഗോ ത്രൂ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡോണ്ട് യു തിങ്ക് ദാറ്റ് വി വിമൻ ഷുഡ് സപ്പോർട്ട് അതർ വിമൻ അണ്ടർസ്റ്റാൻഡിങ് ദീസ് ഫേസസ്? യെസ് ഓർ നോ? യെസ്, very much required. This is where women empowerment starts. Please don't blame men if they don't respect you. നമ്മളെ മറ്റൊരാൾ ട്രീറ്റ് ചെയ്യുന്നത് is how we project ourselves. നമ്മളെ എങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്നു അതനുസരിച്ചാണ് മറ്റുള്ളവർ നമുക്ക് തരുന്ന റെസ്പെക്റ്റും ഓണറും ഒക്കെ. അല്ലാതെ നമ്മൾ പറയത്തില്ലേ, റെസ്പെക്ട് ഹാസ് ടു ബി earned. It has to be earned now. It doesn't just come like that. It has to be earned. Respect earn cheyanengil from another woman ayalum, from men ayalum, respect earn cheyanengil you have to behave like a proper quality woman. And endana quality woman? Woman who always nags? Ana. Woman who always complains? Ana. Woman who doesn't take care of herself? Anna.
Woman who feels that man should take care of me. Woman who feels that, okay, he's my husband, he should spend money on me. Woman who feels that I have to be taken care of all together. ഒരു ബ്ലൗസ് തയ്ക്കണമെങ്കിൽ പോലും കൂടെ ഹസ്ബൻഡ് വരണമെന്ന് പറയുന്ന വിമൻ ഉണ്ട്. Is that the sign of a quality woman? അതാണോ ക്വാളിറ്റി വുമൻ? രണ്ട് കൈയും രണ്ട് കാലും നടക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും രണ്ട് കണ്ണ്, എല്ലാ ആരോഗ്യം ഒരു ആണിന് കൊടുത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു പെണ്ണിന് ദൈവം കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്നാലും why are we expecting another person to support us financially, emotionally, physically? എല്ലാം ഞങ്ങൾ പെണ്ണ, ഞങ്ങൾക്ക് സപ്പോർട്ട് വേണം. അവിടെ you lose all your respect, you lose all your honor. Be nice people, very important. Be nice people, be kind people, be good people. ഈ മൂന്ന് ക്വാളിറ്റി ആദ്യം അങ്ങ് എടുക്കണം. Be nice, be kind, be good. ഞാനിത് പറയുമ്പോഴും remember one thing, do not be too nice, do not be too kind, and do not be too good. Anything going to the extreme നമ്മളെ ഹേർട്ട് ചെയ്യും, വലിയ കുഴിയിൽ പോയി വിടും നമ്മൾ. Anything going to the extreme, nothing should go to the extreme. Be nice people but understand where to say no. Be good people, understand where to say no. നോ പറയേണ്ടത് എവിടെയാണെന്ന് മനസ്സിലാക്കണം. അപ്പം നോ പറയുന്നത് എവിടെയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആദ്യം എന്താ വേണ്ടത്? എവിടെ നോ പറയണമെന്ന് അറിയണമെങ്കിൽ എന്താ നമുക്ക് ആദ്യം വേണ്ടത്? Who can tell me that? If I have to say no to somebody, ഒരു കാര്യം വരുമ്പോൾ എന്നോടൊരു കാര്യം ചോദിക്കുവാണെങ്കിൽ if I can do, I do. എനിക്ക് ചെയ്യാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കും. But if I cannot do, I tell I cannot do. അതെപ്പോഴാണ് നമ്മൾ അറിയുന്നത് I cannot do or I shouldn't be doing it? നമുക്ക് ആദ്യം എന്താ ഉണ്ടാവേണ്ടത്? ഡോക്ടറേറ്റ് ആണോ? മാസ്റ്റേഴ്സ്, ഡബിൾ PG? കറേജ് അല്ല. ബോൾഡ്നെസ്, അവയർനെസ്, അതിനൊക്കെ മേളിലുണ്ട്. അതൊക്കെ ഉണ്ട്, ഫാക്ടേഴ്സ് ആണ്. ബട്ട് ഏറ്റവും മേളിൽ കിടക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതാ? realization. Exactly. You should have wisdom. Wisdom is the most important thing. പരിജ്ഞാനം ഉണ്ടാവണം. പരിജ്ഞാനം നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് വരും. നമുക്ക് തന്നെ ജീവിതത്തിന് അനുഭവം വേണമെന്നില്ല, മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് നമുക്ക് പഠിക്കാം. ലേൺ ഫ്രം അതർ പീപ്പിൾസ് മിസ്റ്റേക്സ്. ഞാനൊക്കെ ജീവിതത്തിൽ 1000 മിസ്റ്റേക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. And I have failed 101 times. I have failed in a lot of areas of my life. And one of the reasons why I failed in a lot of areas of my life is because I did not have a proper mentor. ഒരു proper role model അല്ലെങ്കിൽ ഒരു proper mentor I did not have. I learned from my mistakes. ഓരോ കുഴി വീണ് കഴിയുമ്പോൾ അയ്യോ ഇതൊരു കുഴിയായിരുന്നു എന്ന് പഠിച്ച കൂട്ടത്തിലാണ് ഞാൻ. അതേസമയം അതൊരു കുഴിയാണ്, മോളെ അങ്ങോട്ട് പോവല്ലേ എന്ന് പറയാനായിട്ട് ഒരാൾ ഐ ഡിഡ് നോട്ട് ഹാവ്. ആ ഒരാളെന്ന് പറയുന്നത് നമുക്കൊരു ബെൻഡഡാണ്. നമ്മൾ റോൾ മോഡലായിട്ട് കാണുന്ന കുറേ ആൾക്കാരുണ്ട്, നമ്മളെ ഉപദേശിക്കുന്ന, നമുക്ക് നല്ല വഴി കാണിച്ചു തരുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മളുടെ ഈഗോ കാരണം ഷട്ട് ചെയ്യരുത്. ഡോണ്ട് ഷട്ട് സച്ച് പീപ്പിൾ ഫ്രം അവർ ലൈഫ്സ് ബിക്കോസ് ഓഫ് അവർ ഈഗോസ്. യു ഷുഡ് നെവർ ബി ഡൂയിങ് ദാറ്റ്. അങ്ങനെ ഷട്ട് ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ഗ്രോ ചെയ്യാൻ ഒക്കില്ല. There are people who will show you the right path, who will be a torch to your path. നിങ്ങളുടെ വഴിയിൽ ടോർച്ചായി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. Keep them along with you. നമ്മുടെ ഈഗോ കാരണം അല്ലെ ഞാൻ വലിയ സംഭവമാണ് എന്നുള്ള ധാരണകൾ കാരണം ഇങ്ങനെയുള്ള ആൾക്കാരെ ജീവിതത്തിൽ നിന്ന് മാറ്റരുത്. അവരിൽ നിന്ന് പഠിക്കാവുന്നിടത്തോളം പഠിച്ചോണം.